ഓൾ ക്രൂ നമ്മുടെ ടെക്നീഷ്യൻസ് ആയാലും മറ്റേ ആർട്ടിസ്റ്റിലും ഇവിടെ നിൽക്കുന്ന എല്ലാ ആക്ടേഴ്സ് ആയാലും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഒരു സ്ത്രീ കേന്ദ്രീകൃതമായ സിനിമ എന്നതിനപ്പുറത്തേക്ക് ഇതൊരു കൊമേഴ്ഷ്യൽ മൂവിയാണ് പക്ക. അങ്ങനെ തന്നെയാണ് ഇതിനെ പറയുന്നത്. എല്ലാ ആളുകൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുകയും എൻജോയ് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു സിനിമയായിരിക്കും റേച്ചൽ. ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു കഥാപാത്രം ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ആൻഡ് അങ്ങനെ ഒത്തിരി ഷെയ്ഡ്സ് ഉള്ള ലേയേഴ്സ് ഉള്ള ഒരു സിനിമയും കഥാപാത്രവുമാണ് റേച്ചൽ. ആൻഡ് ഇവിടെ എനിക്ക് എടുത്തു പറയേണ്ട മറ്റൊരു പേര് ഇബ്രിഡ് ഷൈൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗൈഡൻസും സപ്പോർട്ടും ഫ്രം ദ ബിഗിനിങ്. അതിലൊരു കഥാപാത്രം എന്നതിനോടൊപ്പം തന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് എന്താണ് പറയാനായിട്ടുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ആനന്ദി ബാല ഡയറക്ടർ ആദ്യമായി തന്നെ നമ്മുടെ ഒരു ലേഡി നമ്മളെ ഡയറക്റ്റ് ചെയ്ത് എനിക്കിട്ട. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ നമ്മൾ നെഗറ്റീവ് കഥാപാത്രം അപ്പോൾ അതൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു അതിശയം അത് കാണുമ്പോയിരുന്നു. പിന്നെ ഇത് വേറെ പറഞ്ഞ പോലെ കുറച്ച് ലേറ്റായി, എന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നു. സന്തോഷം. താങ്ക് യു ചേട്ടാ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് ആക്ട് ചെയ്യാനൊക്കെ പറ്റിയത്. താങ്ക്സ് ടു മാം. സോ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. എല്ലാവരും റിലീസായാൽ പോയി കാണണം. താങ്ക് യു. താങ്ക് യു വൈക. സോ ആദ്യ മൂവി തന്നെ ഒരു വലിയ വിജയമായി തീരട്ടെ. ഇനിയും ഒരുപാട് നല്ല നല്ല സിനിമകളുടെ ഭാഗമാകാനായിട്ട് വൈകക്കുട്ടിക്ക് സാധിക്കട്ടെ എന്നൊരു വിഷയമാണ് കേട്ടോ. താങ്ക് യു. യെസ്, താങ്ക് യു വെരി മച്ച്. ആൻഡ് റോഷൻ തുടങ്ങാല്ലേ? അപ്പോൾ ചേച്ചി റോഷൻ പറയട്ടെ. ഓക്കെ, അപ്പോൾ റോഷൻ പറഞ്ഞോ. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത്. ഈ അവസരത്തിൽ ബാദുക്കയോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. കാരണം ബാദുക്കയാണ് എന്നെ വിളിക്കുന്നത്. ഇങ്ങനൊരു പരിപാടിയുണ്ട്. ആനന്ദിനി മാം എന്ന് പറയുന്നൊരു പുതിയ ഒരാളാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഇതിൽ നല്ലൊരു ക്യാരക്ടറുണ്ട്. എന്നെ സംബന്ധിച്ച്